ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബുക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീട്ടിലുണ്ടായിട്ടുള്ള ഒരു കുഞ്ഞു നോമ്പുതുറയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് കേട്ടോ. അത് മാത്രമല്ല, പിന്നെ ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തന്നെ ഇടയ്ക്കൊക്കെ എടുത്ത് കാണാം, ഒരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ വീട്ടിലുണ്ടായിട്ടുള്ള ചെറിയൊരു ഇഫ്താർ പാർട്ടിയുടെ വീഡിയോസാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ഇടുമ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട്, ഫേസ് കാണിക്കുമെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇതുവരെ ഞാൻ ഫേസ് ഒന്നും കാണിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് എപ്പോഴെങ്കിലുമൊക്കെ ഏതെങ്കിലും വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിലും ആരും എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഫേസൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഇതൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നുമല്ല, സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ വ്ളോഗോ ഡേ ഇൻ മൈ ലൈഫോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. കുറച്ച് കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇഫ്താർ പാർട്ടി ആയതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാനുള്ളതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 11 മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആദ്യം തന്നെ ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ചെടുക്കുകയാണ് സ്നാക്കിലേക്ക് ആവശ്യമായിട്ടുള്ള. ഒരു സൈഡിൽ അതിലേക്കുള്ള ചിക്കനും റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ സമൂസയുടെ ഫില്ലിങ് പോലത്തെ ഒരു ഫില്ലിംഗ് ആണ് കേട്ടോ ഒരു സ്നാക്കിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കൻ വേവിച്ചെടുക്കണം, പിന്നെ അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കണം, അങ്ങനെയൊക്കെയാണ് കേട്ടോ. ചിക്കന് കുരുമുളക് പൊടി ഉപ്പൊക്കെ ചേർത്തിട്ട് വേവിച്ചിട്ട് അതിൽ ബോൺലെസ് പീസ് എടുത്തിട്ട് നമ്മൾ മിക്സിയിൽ ക്രഷ് ചെയ്തിട്ടാണ് മസാലയിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് വേറൊരു സ്നാക്കിലേക്കുള്ള ചിക്കനാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ അപ്പുറത്ത് ഉമ്മ കറികളിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയൊക്കെ ചെറുവിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ചെറിയ മോനിക്ക് നൂഡിൽസൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ അവനക്ക് അതൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവനത് കഴിക്കുകയാണ് കേട്ടോ. അവന് നൂഡിൽസൊക്കെ ആണെങ്കിൽ തനിയെ കഴിക്കൂട്ടോ. അപ്പോൾ കിഴങ്ങും അതുപോലെ ചിക്കനും വെച്ചിട്ട് ഫില്ലിംഗ് ഉണ്ടാക്കിയിട്ട് സമൂസ ഷീറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ റോൾ ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ആദ്യത്തെ സ്നാക്ക് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ചെയ്യുന്നത് പോലെയാണ്. ഇതിൻ്റെ റെസിപ്പി, ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി വേണമെങ്കിൽ ഞാൻ വേറൊരു ദിവസം അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് നമ്മൾ ബ്രെഡ് പൊടിയും അതുപോലെ മുട്ടയിലൊക്കെ മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് അറ്റത്തായിട്ട്. പിന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ സോനും ഉണ്ട് കേട്ടോ, അതായത് വലിയ മോനും കൂടി അവൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് ഇത് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുള്ളത്. നേരത്തെ തന്നെ റെഡിയാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ഒരു സമയത്തേക്ക് ചൂടോടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുക. എല്ലാ സ്നാക്കും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സ്നാക്ക് സെറ്റായിട്ടോ. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അടുത്ത സ്നാക്കിലേക്കുള്ള കാര്യങ്ങളാണ്. അത് നമ്മൾ ഷവർമ്മയുടെ ഒരു ഫില്ലിംഗ് ആണ് കൊടുക്കുന്നത്. ആ ഒരു രീതിയിലുള്ള ഫില്ലിംഗ് ആണ്. അപ്പോൾ അതിലേക്ക് ക്യാപ്സിക്കം കട്ട് ചെയ്യണം, പിന്നെ ഓണിയൻ കട്ട് ചെയ്യണം. പിന്നെ നേരത്തെ സ്നാക്കിലേക്ക് എടുത്ത പോലെ തന്നെയാണ് ഇതിലേക്കും ചിക്കന് ഒരുമിച്ചാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ മയണൈസൊക്കെ ചേർത്തിട്ടുള്ള ഈ ഒരു ഫില്ലിംഗ് ആണ് കേട്ടോ നമ്മൾ ഈ ഒരു സ്നാക്കിലേക്ക് കൊടുക്കുന്നത്. ഫില്ലിങ്ങൊക്കെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഓരോ ബ്രെഡ് എടുത്തിട്ട് ഓരോ ബ്രെഡിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു ഫില്ലിങ് ഇങ്ങനെ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് അപ്ലൈ ചെയ്യണം. അതിൻ്റെ മുകളിലായിട്ട് വേറൊരു ബ്രെഡ് കൂടി വെച്ചിട്ട് 4ആയിട്ട് ഇതിനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്, ചെറിയ പീസാക്കിയിട്ട്. ഇനി നമ്മൾ പോപ്സിക്കിൾസൊക്കെ ഉണ്ടാക്കില്ല, അതിൻ്റെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ ആ ഒരു പോപ്സിക്കിളിൻ്റെ ഷേപ്പിലാണ് കേട്ടോ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. സ്റ്റിക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ട് ആ ഒരു സമയത്ത് ചൂടോടെ ഫ്രൈ ചെയ്തെടുക്കുക തന്നെയാണ് ചെയ്തിരുന്നത്. പിന്നെ വേറെ സ്നാക്ക് കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ എല്ലാം കൂടി എടുക്കാനുള്ളൊരു ടൈം എനിക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ എപ്പോഴെങ്കിലും വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ചിക്കൻ മന്തിയും പത്തിരി, പൊറോട്ട, പിന്നെ അതുപോലെ ഇടിയപ്പം, ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത്. ചിക്കൻ കറി, ബീഫ് റോസ്റ്റ്, ഇങ്ങനെയൊക്കെയാണ് ബാക്കിയുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നത്. പിന്നെ ജ്യൂസായിട്ട്, അതായത് ഡ്രിങ്കായിട്ട് മാംഗോ ജ്യൂസും പിന്നെ നമ്മൾ വാട്ടർ മെലണും പാലും കസ്കസൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഡ്രിങ്കുമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ ഉണ്ടാക്കി വന്നപ്പോഴത്തേന് ടൈം ഒരുപാടായിട്ടോ. പിന്നെ ഗസ്റ്റൊക്കെ വന്നപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇതൊക്കെ സെർവ് ചെയ്യേണ്ട തിരക്കിലൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ മിസ്സായിപ്പോയി. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചെറിയൊരു നോമ്പുതുറ വിശേഷങ്ങളാണ്, ഒരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും താങ്ക്